നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. പേടിഎം മുന്നേറ്റം തുടരുമോ? ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായ പേടിഎമ്മിന്റെ ഉടമസ്ഥരായ 197 കമ്മ്യൂണിക്കേഷൻസിന്റെ ഓഹരി വില ഇന്ന് 7.5% വരെ ഉയർന്നു. ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിലെ പ്രവർത്തന ഫലം വിപണി പ്രതീക്ഷിച്ചതിനേക്കാൾ ഭേദപ്പെട്ട നിലയിലായതാണ് ഓഹരിയുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത്. 644.4 കോടി രൂപയാണ് ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിലെ കമ്പനിയുടെ നഷ്ടം. മുൻവർഷം 380.2 കോടി രൂപ കമ്പനി നഷ്ടം നേരിട്ടിരുന്നു. അതേസമയം വരുമാനത്തിൽ പേടിഎം 89% വളർച്ച കൈവരിച്ചു. 1679.6 കോടി രൂപയാണ് കമ്പനിയുടെ വരുമാനം. വെള്ളിയാഴ്ച 784.30 രൂപയ്ക്ക് ക്ലോസ് ചെയ്ത പേടിഎമ്മിന്റെ ഓഹരി വില ഇന്ന് 844.70 രൂപ വരെയാണ് ഉയർന്നത്. എക്കാലത്തും താഴ്ന്ന വിലയായ 510.05 രൂപയിൽ നിന്നും 65% പേടിഎം ഉയർന്നത്. നിഫ്റ്റി 17,500 മുകളിൽ. ഈ ആഴ്ചയിലെ ആദ്യത്തെ വ്യാപാര ദിനത്തിൽ ഓഹരി വിപണി ശക്തമായ മുന്നേറ്റ പ്രവണത നിലനിർത്തി. നിഫ്റ്റി 17,500 മുകളിലായി ക്ലോസ് ചെയ്തു. നിഫ്റ്റി 127 പോയിന്റ് നേട്ടത്തോടെ 17,525 സെൻസെക്സ് 465 പോയിന്റ് ഉയർന്ന് 58,853 വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 1864 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1535 ഓഹരികൾ ഇടിവ് നേരിട്ടു. 173 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, കോൾ ഇന്ത്യ, ബജാജ് ഫിൻസർവ്, ഹിൻഡാൽകോ, HDFC എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. BPCL, SBI, അൾട്രാടെക് സിമന്റ്, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, നെസ്ലെ ഇന്ത്യ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. നിഫ്റ്റി ഓട്ടോ, ക്യാപിറ്റൽ ഗുഡ്സ്, മെറ്റൽ, പവർ സൂചികകൾ 1% മുതൽ 2% വരെ നേട്ടം രേഖപ്പെടുത്തി. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ നേരിയ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.